ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 2-ാം ദിവസമായ ഇന്നത്തേക്ക് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുരഞ്ജനം അഥവാ റിക്കൺസിലിയേഷൻ എന്ന വിഷയമാണ്. എവങ്കലിയോൻ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള ഭാഗത്ത് അനുരഞ്ജനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ശക്തമായ സന്ദേശം നൽകുന്നു. ഈ സുവിശേഷ ഭാഗത്തു നിന്നും ഉള്ള പ്രധാന ചിന്തകൾ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായി, കോപം ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ആങ്കർ ഈസ് എ സീരിയസ് ഇഷ്യൂ. മത്തായി 5:21-22 വാക്യങ്ങളിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹോദരനോട് അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കുന്നത് കൊലപാതക തുല്യമായതും ഗൗരവമായ ന്യായവിധിക്ക് യോഗ്യമായതും ആയ കാര്യമായി കണക്കാക്കുന്നു എന്നാണ്. നിസാരനെന്നോ യു ഫൂൾ എന്നൊക്കെയോ നമ്മൾ മറ്റൊരാളെ അഭിസംബോധന ചെയ്യുന്നത് പോലും വിധിന്യായത്തിലേക്ക് നയിക്കാൻ തക്ക ഗുരുതര പിഴവാകുന്നു എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ചുറ്റും ഈ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന മനസ്സ് മരവിപ്പിക്കുന്ന കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കർത്താവിന്റെ ഈ വചനത്തിന്റെ പ്രസക്തി, അതിന്റെ ആഴം നാം ഈ നോമ്പുകാലത്ത് ചിന്തിക്കണം, നാം പ്രാവർത്തികമാക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എത്ര അധികമാണ്. രണ്ടാമതായി ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ വഴിപാട് ഉപേക്ഷിച്ച് അനുരഞ്ജനം നടത്തുക. ലീവ് യുവർ ഓഫറിംഗ്, ബി ക്വിക്ക് ടു റിക്കൺസൈൽ. ആരാധനയാലോ വഴിപാടുകളുമായോ ദൈവത്തെ സമീപിച്ച് ആരാധിക്കുന്നതിന് മുൻപ് വഴിപാടുകൾ യാഗപീഠത്തിൽ വെച്ച് മുൻപേ ചെന്ന് വ്രണപ്പെട്ടവനുമായി അല്ലെങ്കിൽ പിണക്കമുള്ളവരുമായി അനുരഞ്ജനം നടത്തുക എന്ന് കർത്താവ് നിർദ്ദേശിക്കുന്നു. ആവശ്യമെങ്കിൽ സഹോദരനുമായി സമാധാനം തേടുന്നതിന് ബലിപീഠത്തിൽ സമർപ്പിക്കുകയും ചെയ്യുക. മതപരമായ ആചാരങ്ങളെക്കാൾ ബന്ധങ്ങളുടെ സൗഖ്യമാക്കലിന് മുൻഗണന നൽകുക. അനുരഞ്ജനത്തിന് മുതിരാതെ നടത്തുന്ന ആരാധനയും പ്രാർത്ഥനയും വ്യർത്ഥമാകുമെന്ന് മാത്രമല്ല, ന്യായവിധിയും ശിക്ഷാവിധിയും നേരിടേണ്ടുന്ന കൊടും പാപം തന്നെയായി കർത്താവ് കോപത്തെയും പിണക്കത്തെയും കാണുന്നു എന്നും വാക്യം 25 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോമ്പ് വെടിയലിന്റെ അനുഭവമാണ്, കർത്താവുമായുള്ള അടുപ്പത്തിന്റെ അനുഭവമാണ്. നമ്മുടെ പഴയ മനുഷ്യനെ, പഴയ സ്വഭാവങ്ങളെ വെടിയാം. കർത്താവിന്റെ ചിന്തകളെ, വാക്കുകളെ പിൻപറ്റാം. അവനിലേക്ക് നമുക്ക് അടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കൊലപാതകത്തിന് തുല്യമായ കോപം, പിണക്കം എന്നിവയെല്ലാം വെച്ചു പുലർത്തുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അനുരഞ്ജനത്തിന്റെ ആത്മാവിനെ, വിനയമുള്ള ഹൃദയത്തെ ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കുമാറാകണമേ. ആമേൻ.